നമസ്കാരം. വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മോശം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടാൻ സാധ്യതയുള്ളതും അതുവഴി കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇടിഞ്ഞേക്കാവുന്നതുമായ രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മളെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് മാർഗങ്ങളെ ആശ്രയിക്കുന്നത് ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിന് വേണ്ടിയാണ്. പക്ഷേ സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്ന പലർക്കും ഏത് മാർഗത്തിലൂടെയാണ് സാമ്പത്തിക അഭിവൃദ്ധി നേടേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ മുന്നിൽ നിന്ന് നയിക്കുന്നതിനും അല്ലെങ്കിൽ ധനികരാകുന്നതിന് വേണ്ടി ഒരവലംബം എന്ന രീതിയിൽ ആശ്രയിക്കാവുന്നതുമായ ഒരു ബുക്കാണ് ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന ബുക്ക്. ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച്, ദ റിട്ടയർ യങ് ആൻഡ് റിട്ടയർ റിച്ച് എന്നീ ലൈഫ് ടേണിംഗ് ബുക്കുകൾ വായിക്കാൻ സമയമില്ലാത്തവർക്കും ഈ ബുക്കുകൾക്ക് വേണ്ടി ഉയർന്ന തുക ചെലവഴിക്കാൻ സാധ്യമല്ലാത്തവർക്കും ആശ്രയിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കുക്കു FM. എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേറ്റീവ് കണ്ടന്റ് മാത്രമല്ല കുക്കു FMിലുള്ളത്. മലയാളത്തിലെ പല പ്രഗത്ഭരുടെയും പ്രശസ്തരുടെയും പുസ്തകങ്ങളും ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ബയോഗ്രഫി പോലുള്ള വിവിധ തലങ്ങളിലെ പുസ്തകങ്ങളും കുക്കു FMിൽ ലഭ്യമാണ്. കുക്കു FM വെറുതെ പുസ്തകങ്ങൾ നമ്മൾക്ക് വായിച്ചു കേൾപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഓരോ പുസ്തകങ്ങളെയും ഒരു സിനിമാറ്റിക് ശ്രവ്യ അനുഭവ രൂപത്തിൽ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തകഴിയുടെ 5 പെണ്ണുങ്ങൾ, SK പൊറ്റക്കാടിൻ്റെ സ്ത്രീ, MTയുടെ മഞ്ഞ് പോലുള്ള പല പ്രശസ്ത പുസ്തകങ്ങളുടെയും ഓഡിയോ കണ്ടന്റ് കുക്കു FM എന്ന പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. ഈ കണ്ടന്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി കുക്കു FM ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വെൽത്തി50 എന്ന കോഡ് നൽകുക. ഇതുവഴി കുക്കു FMിൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാർജിൽ 50% ഡിസ്കൗണ്ടും ലഭിക്കും. വീഡിയോയിലേക്ക് തിരിച്ചു വരാം. വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മോശം പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ സ്റ്റോക്കാണ് അദാനി വിൽമാർ. അദാനി വിൽമാർ കഴിഞ്ഞ ദിവസം 1.21% ഇടിഞ്ഞ് 377 ക്ലോസിംഗ് നൽകി. 49,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 381. സ്റ്റോക്ക് കഴിഞ്ഞ 6 മാസം കൊണ്ട് 6% നെഗറ്റീവ് റിട്ടേണും മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം ഇതുവരെ ഫ്ലാറ്റ് നെഗറ്റീവ് റിട്ടേണുമാണ് നൽകിയത്. അദാനി വിൽമാറിന്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നിരുന്നു. ഇവിടെ എഡിബിൾ ഓയിലിന്റെ വില ഗവൺമെന്റ് കുറച്ചതുകൊണ്ട് അദാനി വിൽമാറിന്റെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 15% ഇടിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഹൈലൈറ്റ്. ഫെസ്റ്റീവ് സീസണും വെഡ്ഡിംഗ് സീസണും മൂലം അദാനി വിൽമാറിന്റെ എഡിബിൾ ഓയിലിന്റെ സെയിൽസ് വോളിയത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. അതേസമയം ഗവൺമെന്റ് പ്രൈസ് റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്ക് അതിന്റെ റവന്യൂവോ പ്രോഫിറ്റോ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല. FMCG സെഗ്മെന്റിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. FMCG സെഗ്മെന്റിലെ റവന്യൂ 28% ഇയർ ഓൺ ഇയറിൽ വളർന്നിട്ടുണ്ട്. കൂടാതെ FMCG സെഗ്മെന്റിലെ വോളിയം ഗ്രോത്ത് 18%-അടുത്തുമാണ്. എന്നാൽ കമ്പനിയുടെ മേജർ റവന്യൂ എഡിബിൾ ഓയിൽ സെഗ്മെന്റിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. എഡിബിൾ ഓയിൽ സെഗ്മെന്റിലെ ഗ്രോത്ത് വെറും 4% ഇയർ ഓൺ ഇയറിൽ 4% മാത്രമാണ്. ഇവിടെ റൂറൽ ഏരിയയിൽ അദാനി വിൽമാറിന്റെ എഡിബിൾ ഓയിലിനുള്ള ഡിമാൻഡ് വർദ്ധിച്ചെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലയൻസിൽ നിന്നും ഉയർന്ന ഓർഡറുകൾ ലഭിക്കാത്തത് മൂലം നമ്മൾക്ക് സെയിൽസ് വോളിയത്തിലും ഒരു ഫ്ലാറ്റ്നെസ് കാണുന്നുണ്ട്. ഇൻഡസ്ട്രി എസൻഷ്യൽസിലും കമ്പനി ഫ്ലാറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇവിടെയും 15% വോളിയം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും റവന്യൂ ഗ്രോത്ത് ഫ്ലാറ്റാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വരുന്ന ക്വാർട്ടർലി റിസൾട്ടിൽ അദാനി വിൽമാർ എന്ന സ്റ്റോക്ക് മോശം പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യതയാണുള്ളത്. കൂടാതെ സ്റ്റോക്കും അതിന്റെ റെസിസ്റ്റൻസ് സോണിന് അടുത്തായിട്ടാണ്. 400 രൂപയുടെ റെസിസ്റ്റൻസും 300 രൂപയുടെ സപ്പോർട്ടുമാണ് സ്റ്റോക്കിനുള്ളത്. ഈ റേഞ്ചിനിടയിലാണ് സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡബിൾ ടോപ്പ് രീതിയിലുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ വന്നു കഴിഞ്ഞു. ഇവിടെ നിന്നും സ്റ്റോക്ക് കറക്റ്റ് ആയാൽ 380, 325, 300 തുടങ്ങിയ ലെവലുകളിലായിരിക്കും സപ്പോർട്ട് ലഭിക്കുക. ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിന്റെ കേസ് അദാനി ഗ്രൂപ്പിന് അനുകൂലമായി നീങ്ങുന്നതുകൊണ്ട് അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിലൊക്കെ നമ്മൾക്ക് ബൈയിങ് മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബൈയിങ് മൊമെന്റം ചിലപ്പോൾ അദാനി വിൽമാർ എന്ന സ്റ്റോക്കിലും വരാൻ സാധ്യതയുണ്ട്. അതേസമയം ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ല, പ്രത്യേകിച്ചും എഡിബിൾ ഓയിലിന്റെ വില ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ. അതുകൊണ്ട് ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം കമ്പനിയുടെ പെർഫോമൻസ് നോക്കി മാത്രം സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ സ്റ്റോക്ക് ഗാന്ധാർ ഓയിൽ റിഫൈനറി ഇന്ത്യ ലിമിറ്റഡ്. ഗാന്ധാർ ഓയിൽ റിഫൈനറി ഇന്ത്യ ലിമിറ്റഡ് റീസെന്റ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ കമ്പനിയാണ്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 1.95% ഇടിഞ്ഞ് 265 ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിന്റെ 52 വീക്ക് ഹൈ 344, 52 വീക്ക് ലോ 263. സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഡിസംബർ 19 ആയിരുന്നു കമ്പനി അതിന്റെ Q2 റിസൾട്ട് പുറത്തുവിട്ടത്. Q2 കമ്പനി അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. ക്വാർട്ടർ കമ്പനിയുടെ പ്രോഫിറ്റ് പരിശോധിച്ചാൽ 11.3% ഇടിഞ്ഞ് പ്രോഫിറ്റ് 48 കോടിയിലേക്ക് എത്തി.
എബിറ്റ മാർജിൻ 28 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 7.57%, എബിറ്റ 9.9% ഇടിഞ്ഞ് 75.8 കോടിയും റവന്യൂ 6.5% ഇടിഞ്ഞ് 1000 കോടിയായി മാറുകയും ചെയ്തു. കൂടാതെ കമ്പനിക്ക് മുകളിലുള്ള ഷോർട്ട് ടൈം ഡെപ്റ്റ് ഇരട്ടിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് ഉയർന്നതും ക്രെഡിറ്റർ ഡെബിറ്റർ ഡേയ്സ് ഉയർന്നതും കമ്പനിയെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഗാന്ധാർ ഓയിൽ എന്ന കമ്പനി പ്രധാനമായും വൈറ്റ് ഓയിൽ, വാക്സ്, ജെല്ലി എന്നിവയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. കമ്പനി ലൂബ്രിക്കൻറ്റും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇവിടെ P&G, ബജാജ് കൺസ്യൂമർ കെയർ, ഡാബർ, ഇമാമി, മാരിക്കോ, പതഞ്ജലി ആയുർവേദ്, ഗൾഫ് ഓയിൽ തുടങ്ങിയ പല പ്രമുഖ കമ്പനികളും ഗാന്ധാർ ഓയിൽ എന്ന കമ്പനിയുടെ ക്ലയൻ്റാണ്. ഏകദേശം 440ഓളം പേഴ്സണൽ കെയർ, ഹെൽത്ത് കെയർ, ലൂബ്രിക്കൻ്റ് സെക്ടറിലെ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി ഈ കമ്പനി ഇൻപുട്ട് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഗാന്ധാർ ഓയിൽ എക്സ്പോർട്ടിൽ നിന്നും 53% റവന്യൂവും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും 47% റവന്യൂവും ജനറേറ്റ് ചെയ്യുന്നു. ഏഷ്യ പസഫിക് കൺട്രികളിൽ നിന്നും 70% റവന്യൂവും, അമേരിക്കയിൽ നിന്നും 14% റവന്യൂവും, ആഫ്രിക്കയിൽ നിന്നും 12%വും, യൂറോപ്പിൽ നിന്നും 2.12% റവന്യൂവും ജനറേറ്റ് ചെയ്യുന്നു. ഓയിൽ, വാക്സ്, വൈറ്റ് ഓയിൽ എന്നിവയാണ് കമ്പനിയുടെ പ്രധാന പ്രോഡക്റ്റുകൾ. ഈ പ്രൊഡക്റ്റുകൾ കൺസ്യൂമർ സെഗ്മെന്റ്, ഹെൽത്ത് കെയർ സെഗ്മെന്റ്, പ്ലാസ്റ്റിക്, കെമിക്കൽ, ടെക്സ്റ്റൈൽ, ഫ്രാഗ്രൻസ് തുടങ്ങിയ സെക്ടറുകളിൽ ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. സെയിൽസ് 1070 കോടിയിൽ നിന്നും 1001 കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻ 8%-നടുത്ത് നിലനിർത്തുന്നു. അതുവഴി നെറ്റ് പ്രോഫിറ്റ് 54 കോടിയിൽ നിന്നും 48 കോടിയിലേക്ക് ഇടിഞ്ഞു. ROE പരിശോധിച്ചാൽ 30%-നടുത്ത് ROEയും 37%-നടുത്ത് ROCയും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. വാല്യൂഷൻ 13. ഇയർ ഓൺ ഇയറിലെ പെർഫോമൻസ് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ വളരെയധികം വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലും വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സ്റ്റോക്കുമാണ്. ചില സമയങ്ങളിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 2% ചില സമയങ്ങളിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 6%, പിന്നീട് അത് 8%-മായി മാറും. വീണ്ടും ഓപ്പറേറ്റിംഗ് മാർജിനിൽ ഒരു കറക്ഷൻ വരാറുണ്ട്. ഇതുവഴി കമ്പനി പ്രോഫിറ്റിലാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് നമുക്ക് കാണുന്നില്ല. അതോടൊപ്പം തന്നെ 805 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. 391 കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 64.6%, FISന് 3.87%, DISന് 10.7%, പബ്ലിക്കിന് 20.7%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗുമുണ്ട്. ഗാന്ധാർ ഓയിലിന്റെ ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെയും നമ്മൾക്കൊരു ബിയറിഷ് സിഗ്നൽ കാണാൻ സാധിക്കും. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലായിരുന്നു 270. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 270 എന്ന സപ്പോർട്ട് മറികടന്ന് സ്റ്റോക്ക് 265 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ ടെക്നിക്കലി ഒരു ബിയറിഷ് ബ്രേക്ക് ഡൗൺ ആണ് വന്നിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ ബിയറിഷ് ട്രെൻഡ് തുടരുകയോ അല്ലെങ്കിൽ വരുന്ന ക്വാർട്ടർലി റിസൾട്ടും മോശമാവുകയോ ചെയ്താൽ സ്റ്റോക്ക് ഇവിടെ നിന്നും കറക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.